നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. മതേതരത്വം നിലനിർത്താൻ UDFന് കഴിയൂ എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയ ഉമ്മൻ. ആറാട്ടുപുഴ പൂരത്തിനിടെ കത്തികൊണ്ട് മാരകമായി മുറിവേൽപ്പിച്ച പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്കടശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റി നടത്തുന്ന വേനൽക്കാല ക്യാമ്പ് 4ാം ദിവസത്തിലേക്ക്. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളാണ് മുറിച്ചെടുത്ത് കാനയിലെറിഞ്ഞും കുത്തിക്കീറി നശിപ്പിച്ച നിലയിലുമുള്ളത്. സുനിൽകുമാറിന്റെ നാട്ടിൽ തന്നെ നടന്ന അതിക്രമത്തിനെതിരെ LDF നേതൃത്വം പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി. പരാജയഭീതി പൂണ്ടവരാണ് ഇരുട്ടിന്റെ മറവിൽ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് നേതാക്കൾ ആരോപിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് കണ്ടശാങ്കടവ് മുറ്റിച്ചു റോഡിൽ മാങ്ങാട്ടുകര AUP സ്കൂളിന് സമീപം LDF ലോക്സഭാ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകളും തോരണങ്ങളും നശിപ്പിച്ചതായി കാണുന്നത്. ചക്കമഠത്തിൽ വേണുഗോപാലൻ, തെറ്റിയിലെ ചാക്കോ തുടങ്ങിയവരുടെ ഭൂമിയിൽ സ്ഥാപിച്ച 10ഓളം ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മാങ്ങാട്ടുകര AUP സ്കൂളിനോട് വെച്ചിട്ടുള്ള 10ഓളം ബോർഡുകൾ പരാജയഭീതി പൂണ്ട കുൽസിത ശക്തികൾ ഇന്നലെ വൈകിട്ട് അത് പരക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ കെട്ടിയിട്ടുള്ള തോരണങ്ങളും അതുപോലെ തന്നെ ബോർഡുകളും പ്രചരണ മാധ്യമങ്ങളെല്ലാം അവര് ഇന്നലെ വൈകുന്നേരം ഇരുട്ടിന്റെ മറവിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ പോലീസ് അധികാരികൾക്ക് പരാതി നൽകി. അത് ക്ഷണം നേരം കൊണ്ട് തന്നെ പോലീസ് വന്ന് ഇവിടെ അത് പരിശോധിക്കുകയും FR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ തെരഞ്ഞെടുപ്പ് റാലി LDFന്റെ തെരഞ്ഞെടുപ്പ് റാലി ഗംഭീരമായിട്ട് നടന്നതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ. തോൽവി കണ്ട് പരാജയ ഭീതി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ വീണ്ടും സ്ഥാപിക്കും. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത് മറുപടി കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റെക്കോർഡ് ഭൂരിപക്ഷം അന്തിക്കാട് ഞങ്ങൾ നേടിക്കൊടുക്കും. ഇതൊക്കെ ചെയ്തൊരു കാര്യം. ബോർഡുകൾ നശിപ്പിച്ച് കാനയിലിട്ട നിലയിലാണ്. പലതും കുത്തിക്കീറി ചുമരിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകളും കീറി നശിപ്പിച്ച നിലയിലാണ്. അന്തിക്കാട് പഞ്ചായത്ത് 1ാം വാർഡിലെ 22ാം നമ്പർ ബൂത്തിലാണ് സംഭവം. വിവരമറിഞ്ഞ പാർട്ടി പ്രവർത്തകരും പോലീസും സ്ഥലത്തെത്തി. LDF അന്തിക്കാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് TI ചാക്കോയുടെ നേതൃത്വത്തിൽ പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി. LDF അന്തിക്കാട് വെസ്റ്റ് മേഖലാ സെക്രട്ടറി പ്രദീപ് കൊച്ചത്ത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് AV ശ്രീവത്സൻ, വാർഡ് മെമ്പർ മിനി ചന്ദ്രൻ, സെക്രട്ടറി സാജൻ കൂട്ടാള തുടങ്ങിയവർ സ്ഥലത്തെത്തി. പരാജയഭീതി പൂണ്ടവരാണ് ഇരുട്ടിനെ മറിയാക്കി ആക്രമണം നടത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിലൂടെ തങ്ങൾ മറുപടി നൽകുമെന്നും അന്തിക്കാട് മേഖലയിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷം സുനിൽകുമാറിന് നേടിക്കൊടുക്കുമെന്നും ഇവർ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. മതേതരത്വം നിലനിർത്താൻ UDFന് കഴിയൂ എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയ ഉമ്മൻ ചേർപ്പ് പെരുമ്പിളിശ്ശേരിയിൽ നടന്ന UDF കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ച ലീഡർ K കരുണാകരന്റെ ഗുണങ്ങൾ മകൻ K മുരളീധരനും ലഭിച്ചിട്ടുണ്ട്. മറിയ ഉമ്മൻ പറഞ്ഞു. പദ്ധതിയൊക്കെ കൊച്ചുപിള്ളേർ. അതിനുശേഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ ഞങ്ങളുടെ മൂത്തപ്പട ഭാഗത്ത് വീട്ടിൽ വന്നതും പിന്നെ അദ്ദേഹം മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിക്കുള്ള സംഘടന കണ്ടതാണ്. പറയത്തില്ല, ഏതെല്ലാം കള്ളം നമ്മൾ പറഞ്ഞു. എൻ്റെ ബോഡിയിലാണെങ്കിൽ നമ്മൾ സത്യം പറയും. അദ്ദേഹം ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇത് വളരെ വിഷമമായിരുന്നു. ഞാൻ വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തു പോയിട്ടുണ്ട്. അത് നമ്മുടെ പ്രിയങ്കരനായ മഹാനായ ശ്രീ K മുരളീധരനെ കേരളം ഒട്ടാകെ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റുന്ന K മുരളീധരനെ നെഞ്ചോട് ചേർത്ത്. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ CN ഗോവിന്ദൻകുട്ടി, KK കൊച്ചുമുഹമ്മദ്, AR അശോകൻ, CR പ്രസാദ്, AS ഉണ്ണികൃഷ്ണൻ, അഭിഷേക് ആറ്റുപുറത്ത് എന്നിവർ സംസാരിച്ചു.
തിങ്കളാഴ്ച ഉച്ചയോടെ ചേർപ്പ് പൂത്തറയ്ക്കൽ പാടത്ത് പുല്ലിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. വേനൽ കടുത്തതോടെ ഇത്തരത്തിൽ തീ പിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. നാട്ടുകാർ ഇടപെട്ട് തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഈ ഭാഗത്തേക്ക് ചെല്ലുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആറാട്ടുപുഴ പൂരത്തിനിടെ കത്തികൊണ്ട് മാരകമായി മുറിവേൽപ്പിച്ച പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. തൊട്ടിപ്പാൾ മടപ്പുറം തൊഴുക്കാട്ട് വീട്ടിൽ 35 വയസ്സുള്ള ഉണ്ണികൃഷ്ണനെ ചേർപ്പ് SI A ശ്രീലാലാണ് അറസ്റ്റ് ചെയ്തത്. കൊലക്കേസടക്കം 4 കേസുകളിൽ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ. വാക്കുതർക്കത്തിനിടെ പേരാമ്പ്ര VR പുരം വത്തിക്കാടൻ വീട്ടിൽ 30 വയസ്സുള്ള മണികണ്ഠനെയാണ് കുത്തേറ്റത്. മുഖത്ത് 14 തുന്നലുകൾ ഇടേണ്ടി വന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി മടങ്ങിയെത്തിയ പ്രതിയെ തൊട്ടിപ്പാൾ ഭാഗത്തു നിന്നാണ് പോലീസ് പിടികൂടിയത്. വെങ്കിടശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി നടത്തുന്ന വേനൽക്കാല ക്യാമ്പിൽ 4ാം ദിനത്തിൽ നാടക സിനിമാ നടൻ സുഖ്ദേവ് കുട്ടികളുമായി സംവദിച്ചു. അഡാപ്റ്റ് സൊസൈറ്റിയുടെ കീഴിൽ 10 ദിവസമാണ് വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. കുട്ടി വിഷമിച്ചു. അമ്മായി ചീത്ത പറഞ്ഞപ്പോൾ കുട്ടിയുടെ മുഖത്തിൻ്റെ ഭാവം മാറി മുഖമാകെ ചുവന്നു കൊടുത്തു. കണ്ണീരിങ്ങനെ വെള്ളം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ചെറിയൊരു ദേഷ്യം വന്നു. അമ്മയോട് ദേഷ്യം തോന്നി. അങ്ങനെ നിങ്ങൾക്കാർക്ക് അമ്മയോട് ദേഷ്യം തോന്നരുത് കേട്ടാ. അമ്മ പറഞ്ഞത് നല്ലതാണ് പറഞ്ഞത്, നീ ചെയ്ത് തെറ്റല്ലേ മോനെ. ഈ കുട്ടിക്ക് അവ വിഷമായിട്ട് മാമ്പഴം പറുക്കാൻ ഞാൻ വരുന്നില്ല, മാമ്പഴം പറുക്കാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാമ്പഴം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. ക്യാമ്പിൽ ഓരോ ദിവസവും സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രശസ്ത വ്യക്തികൾ കുട്ടികളുമായി ചർച്ചയിൽ പങ്കെടുക്കും. ദുര്യോധനൻ ഗോപിയാശാൻ അദ്ദേഹത്തിന്റെ ദുര്യോധനമതം ഒന്ന് നടന്നു തന്നെയാ. ആരാ അർജുനൻ, ആരാ ഭീമൻ. നീ ഭീമന്റെ വേഷം നീക്കോ. പാഞ്ചാലി ആരാ, പാഞ്ചാലിയുടെ വേഷം ഗ്രാമീണ പത്രപ്രവർത്തകൻ വി അബ്ദുവിന്റെ നിര്യാണത്തിൽ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. വി അബ്ദുവിന്റെ ആകസ്മിക വിയോഗത്തിൽ യോഗം ദുഃഖം രേഖപ്പെടുത്തി. ചേറ്റുവ പാലം, കടൽക്ഷോഭ പ്രശ്നങ്ങൾ തുടങ്ങി നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത മഹത് വ്യക്തിയാണ് അബ്ദു എന്ന് യോഗം വിലയിരുത്തി. VP അബ്ദുൽ ലത്തീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ CH അബ്ദുൾ റഷീദ്, MA ഹാരിസ് ബാബു, സുനിൽ കാര്യേട്ട്, സേവ്യർ പുലിക്കോട്ടിൽ, തങ്കപ്പൻ AM, സിബുക്ക്, KR രാജേഷ്, മുഹമ്മദ് റാഫി, PM സെയ്ദ് വലിയകത്ത്, RM സിദ്ദിഖ്, ഇബ്രാഹിം കുന്നക്കായികിൽ, ഡോക്ടർ ഷക്കീർ ഹുസൈൻ, മഖ്സൂദ് പണിക്ക് വീട്ടിൽ, സുബേർ വലികത്ത്, നൌഫൽ ചേറ്റുവ എന്നിവർ സംസാരിച്ചു. 4 പതിറ്റാണ്ടിലധികമായി റേഡിയോ ഉപയോഗിച്ച് മാത്രം വാർത്തകൾ അറിയുകയും ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇരിങ്ങാലക്കുട സ്വദേശി 54-കാരൻ സുരേഷ്. അത്യാധുനിക സൗകര്യങ്ങൾ വന്നിട്ടും താൻ കേട്ടുശീലിച്ച റേഡിയോ എന്ന ഉപകരണത്തെ സുരേഷിന് മറക്കാനായില്ല. കൃത്യനിഷ്ഠയോടെ സമയക്രമം അനുസരിച്ച് ഇപ്പോഴും റേഡിയോ ശ്രവിക്കുകയാണ് സുരേഷ്, തന്റെ ജീവന്റെ ഭാഗമായി. അനുരാഗ
സുരേഷ് റേഡിയോ ശ്രദ്ധിച്ചു തുടങ്ങിയത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. റേഡിയോയുടെ പ്രതാപകാലം. ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടുകളും മറ്റുമാണ് ആദ്യം സുരേഷിനെ റേഡിയോയിലേക്ക് ആകർഷിച്ചത്. ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞതോടെ കൂടുതൽ സമയവും റേഡിയോ പരിപാടികൾക്കായി മാറ്റിവെച്ചു. ഏറ്റവും പ്രിയപ്പെട്ടത് വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും. അണമുറിയാത്ത ജലപ്രവാഹം പോലെ മലയാളത്തിൽ പുറത്തിറങ്ങിയ എല്ലാ ഗാനങ്ങളും ആകാശവാണി വഴി സുരേഷ് മനസ്സിൽ പതിപ്പിച്ചു. ഗാനരചയിതാവിൻ്റെയോ സംഗീതം നൽകിയ ആളുകളുടെയോ പേര് ചോദിച്ചാൽ കൃത്യമായി സുരേഷ് ഉത്തരം നൽകും. കുറെ കാലം സ്വകാര്യ കമ്പനിയിൽ ടാക്സ് കൺസൾട്ടന്റായി ജോലി നോക്കി. ആ കാലയളവിലും റേഡിയോ സ്നേഹം ഒഴിവാക്കിയില്ല. ജോലിക്ക് പോകുന്നതിന് മുൻപും തിരികെ എത്തിയതിനു ശേഷവും റേഡിയോ കേൾക്കുക എന്നത് നിർബന്ധമാണ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റേഡിയോകളാണ് ആ കാലത്ത് സുരേഷ് ഉപയോഗിച്ചിരുന്നത്. ടെലിവിഷനും സ്റ്റീരിയോ സെറ്റുകളും കാലാനുസൃതമായ മാറ്റങ്ങൾ അനുസരിച്ച് വീട്ടുകാർ വാങ്ങിയപ്പോഴും സുരേഷ് തന്റെ റേഡിയോയ്ക്കൊപ്പം തന്നെ ഒതുങ്ങിക്കൂടി. പിന്നെ അയ്യപ്പൻ പാട്ട്, പുള്ളവൻ പാട്ട്, കുമ്മാട്ടിക്ക്, അതുപോലെ തന്നെ കൈക്കൊട്ടിക്കളി കേൾക്കാറുണ്ട്. പിന്നെ തൊഴിലവസര വാർത്തകൾ കേൾക്കാറുണ്ട്. പാടിയ വാർത്തകൾ കേൾക്കാറുണ്ട്. കൂടുതൽ പാട്ട് കേൾക്കാറുണ്ട്. പാട്ടിന്റെ പരിപാടി കേൾക്കാറുണ്ട്. ഇതുവരെ 20ഓളം റേഡിയോ സുരേഷ് ഉപയോഗിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സുരേഷിന് വാർത്തയും രാവിലെയും ഉച്ചയ്ക്കും ഓരോ മണിക്കൂർ വീതം പ്രക്ഷേപണം ചെയ്യുന്ന ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാതെ വയ്യ. ആദ്യകാലത്ത് ആകാശവാണിയിലേക്ക് പലവട്ടം കത്തുകൾ അയച്ചിട്ടും ഒന്നും വായിച്ചു കേൾക്കാത്തതിൽ സുരേഷ് പരിഭവം ഇപ്പോഴുമുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ മാനേജറായിരുന്ന പരേതനായ കോന്നംപറമ്പത്ത് പീതാംബര മേനോന്റെയും വിജയലക്ഷ്മിയുടെയും മകനാണ് സുരേഷ്. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾക്ക് കൂട്ടത്തോടെ തീപിടിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. റെയിൽവേ സ്റ്റേഷന് പുറത്തായി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾക്കാണ് തീപിടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 10ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ശതദിന ഭാരത നൃത്തോത്സവത്തിൽ ഭരതയക്ഷ സമ്മേളന നൃത്തം ഹൃദ്യമായി. മംഗലാപുരത്ത് നിന്ന് വന്ന യക്ഷഗാന കലാകാരന്മാർ അവതരിപ്പിച്ച മോക്ഷം എന്ന ഭരതയക്ഷ സമ്മേളന നൃത്തം പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ ഭാഗമായി 44ാം ദിവസത്തിലെ അവതരണം ഹൃദ്യമായി. വസുദേവന്റെയും ദേവകിയുടെയും കാരാഗൃഹവാസവും ശ്രീകൃഷ്ണ ജനനവും പൂതനാമോക്ഷവും കംസവധവുമെല്ലാം കോർത്തിണക്കിയാണ് രംഗഭാഷ്യം ചവച്ചത്. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദര സ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6755 രൂപ, പവന് 54,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. മതേതരത്വം നിലനിർത്താൻ UDFന് കഴിയൂ എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയ ഉമ്മൻ. ആറാട്ടുപുഴ പൂരത്തിനിടെ കത്തികൊണ്ട് മാരകമായി മുറിവേൽപ്പിച്ച പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്കടശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റി നടത്തുന്ന വേനൽക്കാല ക്യാമ്പ് 4ാം ദിവസത്തിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.